IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണം കേരളത്തിലുള്ള ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തി. കാരണം സുന്ദരിയായ കുട്ടി, 23 വയസ്സുള്ള കുട്ടിയാണ്, ഏക മകളാണ് മാതാപിതാക്കൾക്ക്. ആ കുട്ടി ജോലി ലഭിച്ചു IBയിലെ. അത് ട്രെയിനിങ് കഴിഞ്ഞ് ആ കുട്ടി തിരുവനന്തപുരത്ത് ജോലി പ്രവേശിച്ചു. തിരുവനന്തപുരം എയർപോർട്ടിലാണ് ജോലി പ്രവേശിച്ചത്. ജോധ്പൂർ ട്രെയിനിങ്, രാജസ്ഥാനിലെ ജോധ്പൂരിലായിരുന്നു IBയുടെ ട്രെയിനിങ് സെൻറ്റർ. അവിടെ വെച്ചാണ് ഈ കുട്ടിയുടെ ട്രെയിനിങ് കഴിഞ്ഞ്. ഒപ്പം സുഗാന്ത് എന്ന് പറഞ്ഞ എറണാകുളത്തെ IBയിലുണ്ടായിരുന്ന ആൾ, ഇപ്പോൾ ഒളിവിൽ പോയ ആൾ, അയാളും ആ ജോധ്പൂർ ട്രെയിനിങ് സെൻറ്ററിലുണ്ടായിരുന്നു. രണ്ടുപേരും മലയാളികളാണ്. രണ്ടുപേരും IBയിലെ സെയിം റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. രണ്ടുപേരും അടുത്തു, സ്നേഹിച്ചു. ഒരാൾ തിരുവനന്തപുരത്ത് പോസ്റ്റ് ചെയ്തു. മേഘയുടെ മാതാപിതാക്കൾ രണ്ടുപേരും സർക്കാർ ജോലിക്കാരാണ്. മധുസൂദനൻ റിട്ടയർ ചെയ്തു. അതിനുശേഷം മകളുമായിട്ട് തിരുവനന്തപുരത്ത് എയർപോർട്ടിനടുത്ത് ഈഞ്ചക്കൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അദ്ദേഹം താമസിക്കുന്നു. അമ്മ, ഈ കുട്ടിയുടെ അമ്മ പാലക്കാട് കളക്ട്രേറ്റിലാണ്. കുട്ടിക്ക് ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു പിതാവ്, പോയി വരാനുള്ള സൗകര്യത്തിന്. 40,000-40,000 ശിഷ്ടം രൂപ ശമ്പളമുണ്ട്. ഒരു വർഷമായുള്ളൂ ജോലി കയറിയിട്ടുള്ളൂ. ആ കുട്ടി ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ലോക്കോ പൈലറ്റ് അത് ആ ട്രെയിനിൻ്റെ മുമ്പിൽ നടക്കുന്ന കണ്ടപ്പം ജയഞ്ജിതനതയുടെ ആ ലോക്കോ പൈലറ്റ് ആ കുട്ടി മാറിപ്പോകും ട്രാക്കിൽ നിന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രെയിൻ എടുക്കും തോറും കുട്ടി പാളത്തിലേക്ക് തലവെച്ച് കിടന്ന് മരണമടയുകയായിരുന്നു. അതിന് തൊട്ടു മുമ്പ് ദൈർഘ്യമേറിയ സംഭാഷണം ഒരാളുമായിട്ട് നടത്തിയിരിക്കുന്നു. അത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തായ സുഗാന്താണ്. അയാൾ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. അയാൾ വിവാഹം കഴിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആ ജോധ്പൂരിലെ അവിടുത്തെ ട്രെയിനിങ് മുതൽ രണ്ടുപേരും അടുപ്പക്കാരായി സ്നേഹിച്ചു. ആ പെൺകുട്ടിയെ അയാൾ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചു. എറണാകുളത്ത് അയാളുടെ ജോലി സ്ഥലത്ത് ഈ കുട്ടി കാറുമായിട്ട് പോയി. രണ്ടുപേരും ഒന്നിച്ച് കാറിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ ടോൾ പ്ലാസയിൽ ഫൈൻ അടിച്ചത് അല്ലെങ്കിൽ പൈസ കൊടുത്തതൊക്കെ പിതാവിൻ്റെ പേരിലെ അക്കൗണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഇയാളുമായിട്ട് അടുപ്പമുണ്ട്. അയാളെ കല്യാണം കഴിക്കണമെന്ന് വീട്ടിൽ പറഞ്ഞപ്പം അതിന് വീട്ടുകാർ തുടക്കത്തിൽ എതിരായിരുന്നു. പിന്നീട് കുട്ടിയുടെ വാശി കാരണം അത് തന്നെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. വിവാഹ ആലോചനയുമായി അയാളുടെ അടുത്ത് പോയി. അയാൾ അപ്പം അതിന് സമ്മതമല്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ചതിച്ചു. അതുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഇപ്പം ആ വീട്ടുകാർ കുട്ടിയെ പറ്റിയും കുട്ടിയുടെ സുഹൃത്തിനെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പം കുട്ടിയുടെ ശമ്പളത്തിലെ 8 മാസത്തെ ശമ്പളം അയാൾ അടിച്ചു മാറ്റിയിരിക്കുന്നു. 3.5 ലക്ഷം രൂപയുള്ള ശമ്പളം ആ വാങ്ങിയ ദിവസം തന്നെ അയാൾ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പൈസ തിരിച്ച് ഇട്ടതായിട്ടും കാണുന്നുണ്ട്. സാമ്പത്തികമായി ഒരു ബ്ലാക്ക് മെയിൽ ആ കുട്ടിയെ ചെയ്തിരിക്കുന്നു. അതിന് ആഹാരം കഴിക്കാൻ കൂടി അവസാനം പണമില്ലായിരുന്നു എന്ന് മനസ്സിലാവുന്നു. അതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയപ്പോൾ 861 രൂപ കിടപ്പുണ്ട്. എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന അപ്പോൾ തന്നെ അത് ഇയാളുടെ അക്കൗണ്ടിലേക്ക് 8 മാസത്തോളം പോയിരിക്കുന്നതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അയാളെ വേട്ട പോലീസ് എറണാകുളത്ത് IB പോയി അന്വേഷിച്ചു. അയാളുടെ മലപ്പുറത്തെ വീട്ടിൽ പോയി. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. അയാൾ ഒളിവിലേക്ക് പോയി. വേട്ട പോലീസിന് അയാളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അയാളെ ലുക്കൗട്ട് നോട്ടീസ് ഇപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിയുമായിട്ടുള്ള സൗഹൃദം, വിവാഹം കഴിക്കുമെന്നുള്ള പ്രോമിസിൽ ഈ കുട്ടിയുമായിട്ട് സൗഹൃദം മുന്നോട്ട് പോയി. ആ കുട്ടിയെ മിസ്യൂസ് ചെയ്തു എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അത് ഉറപ്പാണ്. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുണ്ടാവും ആ വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ചില പുതിയ വകുപ്പുകൾ വരണം. ഇതൊരു സൂയിസൈഡ് മാത്രമല്ല. കുട്ടിയെ ഡിസീറ്റ് ചെയ്തു, ആ കുട്ടിയെ വഞ്ചിച്ചു, ആ കുട്ടിയെ മോഹിപ്പിച്ചു, ആ കുട്ടിയുമായിട്ട് ഇയാൾ കൂടുതൽ ബന്ധപ്പെടുകയും ചെയ്തു. അതിപ്പോൾ ഒരു റേപ്പിൻ്റെ പരിധിയിലേക്ക് വന്നു. കാരണം കുട്ടിയുടെ കൺസെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും കുട്ടി വിവാഹം കഴിക്കാൻ ആ കുട്ടി തയ്യാറാണ്, അയാളും തയ്യാറാണ്. അങ്ങനെയാണ് അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു റേപ്പിൻ്റെ പരിധിയിൽ കൂടെ വരും. കൺസെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതേ സമയത്ത്
ഭാര്യ ഭർത്താക്കന്മാരായ രീതിയിലുള്ള ഒരു കൺസെൻ്റാണ് കൊടുത്തത്. അതിന് തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ. അയാൾ ആ കുട്ടിയുമായി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. കുട്ടി എറണാകുളത്ത് പോയി കാറിൽ രണ്ടുപേരും പല സ്ഥലങ്ങളിലും പോയതായിട്ടുള്ള റെക്കോർഡുകൾ വന്നു. അതിനുശേഷം ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു, ലുക്കൗട്ട് നോട്ടീസ് വന്നിരിക്കുന്നു. കുട്ടിക്ക് എന്തായാലും നീതി കിട്ടണം. ഏക മകളാണ് മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് സുഗാന്തിൻ്റെ നടപടി ശരിയായില്ല. അയാളിപ്പം ലീവ് എടുത്തിട്ടാണ് എറണാകുളത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. മേയ്ക്കൊപ്പം രാജസ്ഥാനിൽ ട്രെയിനിങ് കഴിഞ്ഞ ഈ വ്യക്തി ആ കുട്ടിയെ മിസ്യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പോലീസ് ജാഗരൂകമായിട്ട് ഇതിൻ്റെ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനകത്ത് ആ പെൺകുട്ടിയുടെ പിതാവ് അവർ ഡെസ്പറേറ്റ് ആണ്, അവർക്ക് മക്കളില്ല, ആകെ ഒരു മകളേ ഉള്ളൂ. അതിനെ പൊന്നുപോലെ നോക്കിയതാണ്, സൂക്ഷിച്ചതാണ്. ആ കുട്ടിയാണ് ഇയാൾ ചതിച്ചതിൻ്റെ പുറത്ത് ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോയത്. ഈ കേസിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കുമ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികളെ ഇതുപോലെ ചതിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അവിടുന്ന് ഓടിപ്പോകുന്ന പല പുരുഷന്മാരെയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചതി നമുക്ക് ഒരു തരത്തിലും അത് ക്ഷമിക്കാൻ കഴിയില്ല. ആ ചതിക്കുള്ള ആ ശിക്ഷ അയാൾ ഏറ്റുവാങ്ങിച്ചേ പറ്റുള്ളൂ. അയാൾ പുതിയൊരു വിവാഹബന്ധത്തിലേക്ക് അയാൾ ഉറപ്പിച്ചു എന്ന് വാർത്തകളും വരുന്നുണ്ട്. അതെന്തായാലും നടക്കാതെ പോയി. അയാളുടെ ജീവിത രീതി ആകെ പ്രശ്നത്തിലായി. കുട്ടി മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഒരു തെറ്റായ തീരുമാനം എടുത്തതിൻ്റെ പുറത്ത് രണ്ട് കുടുംബങ്ങളും അനാഥരായി പോകുന്ന ചുറ്റുപാടാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇയാൾ എത്രയും പെട്ടെന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കണം, ഇയാളെ സറണ്ടർ ചെയ്യിക്കണം. അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അവരെല്ലാവരും ഇപ്പോൾ ഒളിവിലാണ്. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങനെയായാലും ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതിനുള്ള ഓഫൻസ് എന്തായാലും നിൽക്കും. 10 വർഷം വരെ തടവ് ലഭിക്കുന്ന ആ വകുപ്പ് എന്തായാലും തുടക്കത്തിലുണ്ടാവും. ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പണം പറ്റിച്ചത്, എങ്ങനെയാണ് ഈ പണം കൈക്കലാക്കിയത്, എല്ലാ മാസം വരുന്ന പൈസ അപ്പം തന്നെ എങ്ങനെയാണ്, എന്താവശ്യം പറഞ്ഞിട്ടാണ് ഇയാൾ ആ പണം വസൂലാക്കുന്നത്. ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഈ കേസിനകത്തുണ്ട്. അത് ഇയാളെ കസ്റ്റഡി കിട്ടിയെങ്കിൽ മാത്രമേ പോലീസിന് ആ ഭാഗത്തേക്ക് അന്വേഷിക്കാം, ആ ഭാഗത്തേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇയാളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇയാൾക്കെതിരായിട്ടുള്ള പുതിയ വകുപ്പുകളൊന്നും ചേർത്തില്ല എന്ന്. വകുപ്പുകളൊന്നും ചേർക്കാൻ സമയമായിട്ടില്ല. കാരണം ഇയാളെ കണ്ടിച്ച് ഇയാളുടെ വിശദീകരണം കേൾക്കണം, ഇയാളെ ചോദ്യം ചെയ്യണം, ഇയാളെ കസ്റ്റഡിയിൽ എടുക്കണം. അതിനുശേഷം മാത്രമേ ഇയാളുടെ ഭാഗം കൂടെ കേട്ട ശേഷം മാത്രമേ പോലീസിന് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കണക്കിൽ തീർച്ചയായിട്ടും ഇയാളെ കസ്റ്റഡി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഒഫൻസ് നടത്തിയ 376 വരും. അതുപോലെ തന്നെ ഇയാൾ ഒരു ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതിലേക്കുള്ള ഒരു സെക്ഷനും വരും. അപ്പോൾ അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ പോകും, റിമാൻഡിൽ പോകും. അതുപോലെ തന്നെ ഈ കേസ് കൺവിഷനിലേക്ക് പോകാനുള്ള സാധ്യത. ഒരു തെറ്റായ തീരുമാനം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? നല്ല ചെറുപ്പക്കാരായ 2 പേര് അവരുടെ ജോലിക്ക് തകരാറായി, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, അയാളുടെ കുടുംബവും ഒളിവിൽ പോയിരിക്കുന്നു. തെറ്റായ തീരുമാനം എടുക്കുന്ന പല കുട്ടികൾക്ക് ഇതുപോലുള്ള അബദ്ധം ഉണ്ടാവും, അതുപോലെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ ജീവിതവും തകരാറായി, ആ കുടുംബത്തിൻ്റെ ജീവിതവും തകരാറായി. ഈ കേസിലെ മരിച്ച കുട്ടിയുടെയും മാതാപിതാക്കൾക്ക് ഏക മകളാണ്. ആ ദുഃഖം അവരുടെ മരണം വരെ ഉണ്ടാവും. ഈ പ്രതിയായിട്ട് വരുന്ന ആളുടെ ചുറ്റുപാട് നമുക്കറിയില്ല. എങ്കിലും അയാൾ ഒഴുകിപ്പോയി അയാളുടെ മാതാപിതാക്കളും വളരെ വിഷമത്തിൽ തന്നെയായിരിക്കും. ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു അഫയറും ഒരു ബന്ധമൊക്കെ വരുമ്പം 2 പേരും ആലോചിക്കണം, ആദ്യം ബന്ധത്തിൽ നിന്ന് പിന്നീട് മാറാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വളരെ ദുരന്തമായ ചില പര്യവസാനങ്ങൾ ഉണ്ടാകും എന്ന് കണക്കാക്കണം. അതുകൊണ്ട് കുട്ടികൾ ഈ പ്രേമത്തിൽ എടുത്തു ചാടുന്ന ചെറുപ്പക്കാരൊക്കെ ആലോചിച്ച് വേണം. അത് അങ്ങനെ എടുത്തു ചാടണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നേരത്തെ വിവാഹം കഴിക്കുകയും മാതാപിതാക്കളെ അറിയിച്ച് വിവാഹം കഴിച്ചു പോകുന്നത്. ഇതുപോലുള്ള ചതിക്കാൻ ഉദ്ദേശത്തോടുകൂടി പെൺകുട്ടിയായാലും ശരി ആൺകുട്ടിയായാലും ഇതുപോലെയുള്ള പ്രണയത്തിൽ ചെന്ന് ചാടരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന.